ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത സമാധാനം ലഭിപ്പാൻ. ഒരാൾ തൻ്റെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങൾ നേരിടുകയാണ്. ജീവിതത്തിൽ സകലതും അവസാനിച്ചു. ജോലിയില്ലാതെ, പണമില്ലാതെ, വഴികളില്ലാതെ ജീവിക്കുവാനാണ്. എന്നാൽ ഈ പ്രതികൂലത്തിലും അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്ന ഒരു മുഖമുണ്ട്. അയാളുടെ സ്നേഹിതൻ അയാളോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രതികൂലത്തിലും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നത്? അദ്ദേഹം തൻ്റെ സ്നേഹിതനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എൻ്റെ കൂടെ വരിക, എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം കാണിച്ചത് ഭക്തനായ ദാനിയേൽ സിംഹക്കുഴിയിൽ ഇരിക്കുന്ന വലിയൊരു ചിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഇരിക്കുന്ന സിംഹങ്ങൾ മയക്കം വന്ന് ഉറക്കം തൂങ്ങുന്ന സിംഹമല്ല. ആ സിംഹങ്ങൾ വിശപ്പില്ലാത്ത സിംഹങ്ങളല്ല, പല്ലും നഖങ്ങളുമില്ലാത്ത സിംഹങ്ങളല്ല. ആ സിംഹങ്ങൾ കാലുകൾ ഒടിഞ്ഞ സിംഹങ്ങളല്ല. ആ സിംഹങ്ങൾ പല്ലുകൾ ഇറുമുന്ന, നഖം വെളിയിലേക്ക് ഇട്ടിരിക്കുന്ന സിംഹങ്ങളാണവ. എന്നാൽ ഭക്തനായ ദാനിയേലിൻ്റെ ആ മുഖമൊന്ന് നോക്കിയേ. ഭക്തനായ ദാനിയേൽ നോക്കുന്നത് ആ സിംഹങ്ങളിലേക്കല്ല. ഭക്തനായ ദാനിയേൽ നോക്കുന്നത് ആ ഗുഹയിലേക്ക് ചെറുതായി അടിച്ചിറങ്ങുന്ന ആ വെളിച്ചത്തേക്കാണ്. എൻ്റെയും പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് സമാധാനം നൽകുന്നത് അതുതന്നെയാണ്. ചുറ്റിലും സിംഹം പോലുള്ള വെല്ലുവിളികൾ എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ നോക്കുന്നത് ആ സ്വർഗത്തിലേക്കാണ്. ആ ദൈവിക വെളിച്ചം എനിക്ക് സമാധാനം നൽകുന്നു. എൻ്റെ പ്രശ്നങ്ങളെയെല്ലാം ദൈവം വായി അടപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും എന്നെ തൊടുകയോ കടിച്ചു കീറുകയോ ഇല്ല. ഞാൻ നോക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുഖം മാത്രമാണ്. ദാരിയവേശും സൈന്യവും ബാബിലോണിലെ സകല സിംഹങ്ങളും കൂടെ ഒരുമിച്ച് കൂടിയാലും ദൈവത്തിൻ്റെ ദാനിയേലിനെ തൊടുവാൻ സാധ്യമല്ല. സാധാരണയായി ബാബിലോണിൽ സിംഹങ്ങളെ തുറന്ന സ്ഥലത്താണ് വളർത്തിയിരുന്നത്. എന്നാൽ ഭക്തനായ ദാനിയേലിട്ട സിംഹക്കുഴിയിൽ അവ അടയപ്പെട്ട സിംഹങ്ങളായിരുന്നു. ഒരുപക്ഷെ മെരുങ്ങാത്ത, ഇണങ്ങാത്ത, ശൗര്യം കൂടിയ മൃഗങ്ങളായിരിക്കാം അവ. അവയെ ഗുഹയിൽ പാർപ്പിച്ചത്. എന്നാൽ ആ ഗുഹയ്ക്ക് പോലും ഭക്തനായ ദാനിയേലിനെ തൊടുവാൻ സാധിച്ചില്ലെന്നുള്ളതാണ്. ഭക്തനായ ദാനിയേൽ ദൈവവുമായി വലിയ ബന്ധം സ്ഥാപിച്ച മനുഷ്യനാണ്. 3 നേരവും സ്വർഗത്ത് നോക്കി പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ഭക്തനായ ദാനിയേൽ ദൈവവുമായി വലിയ ബന്ധമുണ്ടായിരുന്നതിനാൽ അസൂയയോടെ ഒരു കൂട്ടം ആൾക്കാർ ദാനിയേലിനെതിരായി എഴുന്നേറ്റു. ഭക്തനായ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടുക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ അസൂയക്കാരുടെ മുന്നിൽ തൻ്റെ ആരാധനയെ ദാനിയേൽ അവസാനിപ്പിച്ചില്ല. നാം സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്ന് ഈ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തും. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സിംഹങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നേരെ വന്നാലും ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതൽ ലജ്ജിച്ചു പോവുകയില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 33 വരെയുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, യഥാർത്ഥ സമാധാനം ലഭിപ്പാൻ, സന്തോഷം ലഭിപ്പാൻ, വിശ്വാസത്താൽ മുന്നേറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.